സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരിക്കലും കിട്ടൂല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, നിങ്ങളൊരാൾക്കും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പം അവർ തിരിച്ചൊരു ചോദ്യം നബിയോട് ചോദിച്ചു. എന്താ നിങ്ങൾ പ്രവാചകരെ താങ്കൾക്കോ എന്നാണ്, താങ്കളുടെ വിഷയത്തിലോ എന്നാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടില്ലേ? പ്രവാചകനാണ്. നേരം പുലരുവോളം, കാലിൽ നീര് വരുവോളം രാത്രി നമസ്കരിക്കുന്ന ഒരു പ്രവാചകനെ ആലോചിച്ച് നോക്കി അല്ലേ? ഹന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് സഹാബത്ത് വന്നിട്ട് പരാതി പറയാണ്. എന്താണ് പട്ടിണിയാണ്, മുഴുപട്ടിണിയാണ് മദീനയിൽ. ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അവര് ഡ്രസ്സ് പൊക്കിയിട്ട് നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഓരോ കല്ല് പള്ളമ്മ കെട്ടിച്ചിട്ടാണ് കിടങ്ങ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂലിന് ഒന്നും പറയാല്ല. അള്ളാന്റെ റസൂല് തന്റെ ഡ്രസ്സ് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ രണ്ട് കല്ലാണ് കെട്ടിക്കുന്നത്. ആ പ്രവാചകന്റെ സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ കർമ്മങ്ങൾ പോലും ആ പ്രവാചകനെ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരെ താങ്കളുടെ കർമ്മങ്ങൾ കൊണ്ട് താങ്കൾ സ്വർഗത്തിൽ പോകും. ആരാണ്? നേരം വെളുക്കുവോളം സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും സൂറത്തു നിസാഉം സൂറത്തു മാഇദയും ഒക്കെ രാത്രി നമസ്കാരത്തിൽ ഓതി ദീർഘമായി നമസ്കരിച്ച, കാലിൽ നീര് വരുവോളം രാത്രി നമസ്കരിച്ച ആ പ്രവാചകന്റെ കർമ്മങ്ങൾ കൊണ്ടുപോലും ആ പ്രവാചകൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ്. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കണം സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്യാൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യാൻ.